ഇത്രയും ചിരിക്കുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. വാഴ സിനിമ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞിട്ടോ. ഹലോ ഗായ്സ്, ഞാൻ സ്മരണി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും കണ്ടു ഒരുപാട് റിവ്യൂസ് പറഞ്ഞ ഒരു മൂവി ആയിരുന്നു വാഴ 2. അപ്പം നമ്മൾ വിചാരിച്ചു പോയിട്ട് നമുക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ശോഭാമാളിക്കാണ് പോയത്. പപ്പ ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പടം കാണാൻ പോയി. എത്ര ഓടിച്ചിട്ട് ഈ വണ്ടി എത്തുന്നില്ലല്ലോ. എൻ്റെ മനസ്സ് എപ്പോഴേ തിയേറ്ററിലെത്തി, പക്ഷെ ഈ വണ്ടി മാത്രം എത്തുന്നില്ല. ഞാൻ വിചാരിക്കും ഇപ്പം ആൾ കാണുമെന്ന്, പക്ഷെ ഇതാ വീണ്ടും ഒരു വളവ് കൂടി. ഇതിപ്പോൾ എത്ര നേരമായി പോകുന്നു, വേഗം ആളിൽ എത്തിയാൽ മതി എനിക്ക്. ഇതായിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ചിന്ത. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ശോഭാമാളിൻ്റെ പാർക്കിംഗ് സെക്ഷനിലേക്ക് എത്തി. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. സിനിമ തുടങ്ങാൻ ആകെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. ഈ പടം കാണാൻ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. കാരണം റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് എനിക്ക് നല്ല പടാ തോന്നി. പടം കണ്ടപ്പോൾ പിന്നെ ഞാൻ മനസ്സിൽ ചിന്തിച്ചതും എല്ലാവരും പറഞ്ഞതും എല്ലാത്തിലും സത്യം ഉണ്ടെന്ന് തോന്നി. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് നേരെ പോകുന്നത് ലിഫ്റ്റിൻ്റെ അവിടേക്കാണ്. നമ്മുടെ ഏറ്റവും ടോപ്പിലത്തെ നിലയിലാണ് നമ്മുടെ തിയേറ്റർ ഉള്ളത്. 10:45 സമയം. ഐനോക്സിൽ 11 മണിക്കാണ് നമുക്ക് ഷോ. സോ നമുക്ക് അവിടെ വേഗം എത്തണമായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ ടോവിനോനൊക്കെ നോക്കി നിന്നേ. അപ്പോഴേക്കും പപ്പ പോയി ടിക്കറ്റ്സ് ഒക്കെ കൺഫേം ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. അപ്പോഴാണ് ചേച്ചി സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി വിളിച്ചത്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉള്ളിൽ പോയി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയണ്ടേ? അതിന് നമുക്ക് വാഴ 2 സിനിമ കണ്ടിട്ട് വരാം. ഇപ്പൊ കണ്ട ചിരിയൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.